നമ്മുടെ ശരീരത്തില് സുവിശേഷത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി സഹിച്ചതിന്റെ എന്ത് അടയാളങ്ങളുണ്ട് കാണിക്കാൻ? ജീവിത പങ്കാളിക്ക് വേണ്ടി സഹിച്ച്, മക്കൾക്ക് വേണ്ടി സഹിച്ചത്, കുടുംബത്തിന് വേണ്ടി സഹിച്ചെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഉണ്ട് കാണിക്കാനായിട്ട്, അല്ലേ? കാരിസ്മയിൽ ഞാൻ വൃദ്ധസദനത്തിൽ അമ്മച്ചിമാരുണ്ട്. അവരൊക്കെ വല്ലവരും സൗജന്യമായിട്ട് കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചാൽ കഴിയുന്നത്. മക്കളില്ലാഞ്ഞിട്ടൊന്നുമല്ല, വിദേശത്തൊക്കെ ഉള്ള മക്കളുള്ളവരുണ്ട്, ഇട്ടുമൂടാൻ കാശുള്ളവരുണ്ട്. എന്നാലും ആരെങ്കിലും കൊടുക്കുന്ന അന്നം തിന്നാ ഇവരവിടെ കഴിയുന്നത്. അവിടത്തൊക്കെ പോയി സംസാരിക്കുമ്പോ വലിയ സങ്കടമാണ്, വലിയ മുറിവാ. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി വലുതാക്കിയിട്ട് അവസാനമായപ്പോ വേണ്ട, ഇപ്പൊ പറഞ്ഞു വരുമ്പോ കണ്ണ് നിറഞ്ഞൊഴുകും. നമുക്ക് സങ്കടം തോന്നും. അവരുടെ കൂടെ ഇരിക്കുമ്പോ വല്ലാത്ത ഭാരം തോന്നും. ഒരായുസ് മുഴുവൻ ആർക്കു വേണ്ടി അധ്വാനിച്ചുവോ അന്ത്യനാളുകളെത്തിയപ്പോ അവരില്ല, തള്ളി കളഞ്ഞു. ശരീരത്തിലും കയ്യിലും മുഖത്തും ചുളിവുകളും ഭാരവും വേദനയും ഒക്കെ ഉണ്ട്, മുറിവൊക്കെ ഉണ്ട്. എന്താ? മക്കൾക്ക് വേണ്ടി സഹിച്ചതിന്റെ മുറിവ്. സുവിശേഷത്തിന് വേണ്ടിയോ, ദൈവരാജ്യത്തിന് വേണ്ടിയോ, ഈശോയ്ക്ക് വേണ്ടിയോ സഹിച്ചതിന്റെ എന്ത് അടയാളങ്ങളാണ് മക്കളെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ കാണിക്കാനുള്ളത്? മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ മക്കളെ ജീവിതം അത്ര എളുപ്പമല്ല, വിശ്വാസ ജീവിതം അത്ര എളുപ്പമല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമാകില്ല മുന്നോട്ടുള്ള നമ്മുടെ വിശ്വാസ ജീവിതം. അതുപോലെ സമർപ്പണം എടുക്കാൻ പറ്റാത്ത ജീവിതങ്ങളൊക്കെ വിശ്വാസത്തിൽ നിന്നും പുറകോട്ട് പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. വിശ്വാസ ത്യാഗങ്ങൾ ഉണ്ടാകും എന്ന് വചനം പറഞ്ഞിട്ടുള്ള കാര്യം അത് സംഭവിച്ചുകൊണ്ടിരിക്കുമല്ലേ? ഒരു സമർപ്പണം നമുക്ക് വേണം. ദൈവരാജ്യത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ വേറൊന്നും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല മക്കളെ. ഈ ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിക്കും ഈ ദിവസങ്ങളിലൊക്കെ ഉള്ളുകൊണ്ട് ഇങ്ങനെ നിന്നോട് തന്നെ ചോദിക്കണം, ദൈവരാജ്യത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സഭ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, ഇടവക എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, എൻ്റെ കുടുംബം. നമ്മൾ എന്താ ചെയ്തേ? എനിക്ക് വേണ്ടി ഞാൻ ഇത്രയും, ഈശോ എനിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ചിലർ അങ്ങനെ ചോദിക്കും, ഈശോ എനിക്ക് വേണ്ടി എന്താ ചെയ്തത്? ഞാൻ ഇത്രയും ചെയ്തിട്ട്, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്കൊന്നും കിട്ടിയില്ലല്ലോ. തങ്കിലെ അവസാനത്തുള്ളി രക്തവും തന്നിട്ടാണ് ഇനി ഊറ്റിത്തരാൻ ഉണ്ടായിരുന്നെങ്കിൽ കർത്താവ് തന്നേനെ. ഹല്ലേലൂയ. എന്നിട്ടാ കർത്താവിൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്കൊന്നും തന്നില്ലല്ലോ. ഇതിൽ കൂടുതൽ എങ്ങനെയാ കർത്താവ് തരുന്നത്? ഇതിൽ കൂടുതൽ യേശുവിനെ നമ്മെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? ഇതിൽ കൂടുതൽ സ്വർഗത്തിന് നമ്മളെ എങ്ങനെ സ്വന്തമാക്കാൻ സ്നേഹിക്കാൻ പറ്റും? റോമ 8:32 വചനം പറയുന്നില്ലേ, സ്വപുത്രനെ പോലും മാറ്റിവെക്കാതെ അവനെ എനിക്കും നിനക്കും ദാനമായി തന്നവൻ അവനോടുകൂടെ സമസ്തവും ദാനമായി തരാതിരിക്കുമോ? സ്വന്തം പുത്രനെ പോലും എനിക്കും നിനക്കും ദാനമായി തന്നവൻ അവനോട് കൂടെ സമസ്തവും ദാനമായി തരാതിരിക്കുമോ എന്നാ ചോദിക്കുന്നത്. സ്വന്തം പുത്രനെ തന്നില്ല, ഇനി എന്നെ തരാനുള്ള? സ്വർഗം നമുക്ക് തരാനുള്ളതൊക്കെ തന്നു കഴിഞ്ഞു. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഇനി നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട സമയമാണ്. ഇനി കൊടുക്കേണ്ട സമയം. നമ്മൾ ഇങ്ങനെ കൈ നീട്ടിയിരിക്കേണ്ട സമയമല്ല. ഇനി കൈ തുറന്ന് കർത്താവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ഹൃദയം തുറന്ന് സമർപ്പണം എടുക്കേണ്ട സമയമാണ്. മത്തായി 16:26 വചനം പറയും, നീ ലോകം മുഴുവൻ നേടി, എല്ലാം നേടി, നിനക്കിനി ഒന്നും നേടാൻ എല്ലാം ഉണ്ട് നിനക്ക്. നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? എല്ലാം വെറുതെയായി. ഇതെല്ലാം വെറുതെയായില്ലേ? സുവിശേഷ ജീവിതം വെറുതെയായി, പ്രാർത്ഥനകൾ വെറുതെയായി, കൺവെൻഷനുകൾ വെറുതെയായി, ജപമാല പ്രാർത്ഥന, വിശുദ്ധ കുർബാനകൾ എല്ലാം വൃഥാവിലായില്ലേ? ലോകം മുഴുവൻ നേടി, നമുക്കെല്ലാം കിട്ടി, എന്നിട്ട് ദൈവത്തെ കിട്ടിയില്ലെങ്കിലോ? നമ്മളെല്ലാം സ്വന്തമാക്കി നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടാലോ? ഉണ്ട്. ഈ ഒരു ഭാരം നമുക്ക് എടുക്കണം. നമ്മുടെ ആത്മരക്ഷ ഉറപ്പിക്കേണ്ട സമയത്തിലൂടെ, ഒരു കാലഘട്ടത്തിലൂടെയാണ് മക്കളെ നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ ആത്മരക്ഷ ആദ്യം ഉറപ്പിക്കണം, അത് ഫിക്സ് ചെയ്യണം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾക്ക് പോകാവൂ. വീട്ടിൽ ചെല്ലുമ്പോൾ ജീവിത പങ്കാളിയുടെ വായിലിരിക്കുന്നൊക്കെ കേൾക്കേണ്ടി വരും. മക്കൾ പറയുന്ന കാര്യങ്ങള്, കുടുംബത്തിൽ നിന്നുള്ള അസ്വസ്ഥതകൾ. നമ്മള് ഞെരുക്കത്തിന്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. യേശു കടന്നുപോയ ജീവിതത്തിന്റെ സഹനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വല്ലതാണോ? യേശു എനിക്കും നിനക്കും വേണ്ടി, നമ്മുടെ പാപമോചനത്തിന് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയോളം ഏറ്റെടുത്ത സഹനങ്ങൾ വെച്ച് നോക്കുമ്പോൾ വല്ലതാണോ? ഒന്നുമല്ല. കർത്താവിന്റെ കാൽവരിയിലേക്കുള്ള യാത്രയുടെ മധ്യേ യേശു സഹിച്ച സഹനങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾ സഹിക്കുന്നത് ഒന്നുമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ രക്തം ചിന്തേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ പാപമോചനത്തിന് വേണ്ടി നമുക്ക് രക്തം ചിന്തേണ്ടി വന്നിട്ടുണ്ടോ എന്നല്ലേ വചനം ചോദിക്കുന്നത്? ഇല്ലല്ലോ. ഒരു തുള്ളി രക്തം പോലും നമുക്ക് ചിന്തേണ്ടി വന്നിട്ടില്ല.
പക്ഷേ നമ്മുടെ പാപമോചനത്തിന് വേണ്ടി, അതിനുവേണ്ടി പരിഹാരമായി യേശുക്രിസ്തു കാൽവരിയിൽ തന്റെ അവസാന തുള്ളി രക്തവും ഈ ഭൂമിയിൽ ചുരിഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തു നമ്മുടെ ആത്മരക്ഷ ഉറപ്പിക്കാൻ വേണ്ടി ഇത്രയും സഹിച്ചു. അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മുടെ ആത്മരക്ഷ കർത്താവിനോട് ചേർന്ന് ഉറപ്പിക്കുന്നതിൽ എത്രമാത്രം സഹനം എടുക്കേണ്ടി വരും, എത്രമാത്രം സഹനം എടുക്കേണ്ടി വരും. ഓരോ നിമിഷവും നമ്മൾ ചലിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ പറയണം, എൻ്റെ ആത്മരക്ഷ ഉറപ്പിച്ചുകൊണ്ടുള്ള യാത്രയിലായിരിക്കണം നമ്മുടെ ജീവിതം. ബാക്കിയെല്ലാം അല്പം ഒന്ന് മാറ്റിവെക്കുന്നല്ലായിരിക്കും, അല്പം ഒന്ന് മാറ്റിവെക്കുന്നല്ല. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വ്യാപരിക്കുന്നുണ്ട്, ശരിയാണ്. ബട്ട് നമ്മുടെ ആത്മരക്ഷ ഉറപ്പിക്കണം ആദ്യം. പറയാൻ പറ്റണം, ഒരു ക്രിസ്ത്യാനിക്ക് പറയാൻ പറ്റണം. അതാണ് രക്തസാക്ഷികളും വിശുദ്ധരും ഒക്കെ നമ്മളെ പഠിപ്പിച്ച ഏറ്റവും വലിയ രഹസ്യം എന്താണെന്നറിയാവോ? അവര് മരണത്തിന്റെ സമയത്ത് ആത്മരക്ഷ ഉറപ്പിച്ചവരാണ്. ആത്മാവിൽ ആരംഭിച്ചത് ആത്മാവിൽ അവസാനിപ്പിച്ചവരാണ്. ഗലാത്യ 3:3 വചനം ചോദിക്കുന്നില്ലേ, ആത്മാവിൽ ആരംഭിച്ചത് ജഡത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം ഭോഷന്മാരാണോ നമ്മൾ? ആത്മാവിൽ ആരംഭിച്ചത് ജഡത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം ഭോഷന്മാരാണോ നമ്മൾ? വിശുദ്ധരും രക്തസാക്ഷികളൊക്കെ നമ്മുടെ മുമ്പിൽ കാണിച്ചതൊക്കെ വലിയ മാതൃക എന്നാണെന്നറിയാമോ? ആത്മാവിൽ ആരംഭിച്ചത് അവരാത്മാവിൽ അവസാനിപ്പിച്ചു. ആത്മരക്ഷ നിരന്തരം ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു അവരുടെ യാത്ര. അത് കഴിഞ്ഞിട്ട് വേറെ എന്തുള്ളൂ? ആത്മരക്ഷ അപകടത്തിലാക്കുന്ന ഒന്നിലേക്ക് പോകില്ല. വെറുപ്പ്, ഇങ്ങനെ അതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം. ചെറിയ കാര്യങ്ങളിലാണ് പിശാച് നമ്മൾ കുടുക്കിയിടുന്നത്. സ്നേഹിക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല, വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റില്ല, എളിമപ്പെടാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ, ഇങ്ങനെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയണം. അതൊക്കെ നമ്മൾ വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അതെല്ലാവരും അങ്ങനെയാണല്ലോ, എല്ലാവർക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ പ്രശ്നമുണ്ട്. ക്രിസ്തുവിന്റെ കാൽവരി യാഗത്തിലൂടെ സ്വർഗം നമുക്കായി പാപമോചനം തന്നിട്ട് സ്വർഗത്തിന്റെ മക്കളാക്കി മാറ്റി. സ്വർഗം ചെയ്യേണ്ടതെല്ലാം നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല, എല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞതാണ്. ഇനി നമ്മൾ നമ്മുടെ ആത്മരക്ഷ ക്രിസ്തുവിനോട് ചേർന്ന് ഉറപ്പിക്കുന്നതിൽ തീഷ്ണതയുള്ളവരായിരിക്കണം.